അപ്പു വന്നതും ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നാണ്, എൻ്റെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. നിനക്കും എന്താ ചെയ്യണേ? ചേച്ചിയൊന്നും അവിടെ ഇല്ല. അപ്പോൾ നമ്മൾ പാൽപാത്രവും പാല് കറക്കാനുള്ള വട്ടയും എന്താ സ്റ്റൂളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ആദ്യം നമ്മൾ തൊഴുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ പാല് ഇറക്കുള്ളൂ കേട്ടോ. നമ്മൾ എണ്ണയൊക്കെ കൊണ്ടുവച്ച് പാത്രത്തിൻ്റെ അവസ്ഥയാണ്. ഇതിപ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിക്കുന്നില്ല കേട്ടോ. കാരണം ഈ എണ്ണ ഭയങ്കര ഹാർഡ്. കുറച്ച് വെള്ളം കൊടുത്തിട്ട് വരാം കേട്ടോ. ഇവിടെ നിന്നിട്ട് അവൻ കളിക്കാനുള്ള കുട്ടീനെ വിളിക്കാനായിട്ടാ. നമ്മുടെ പശുക്കിട പോത്തുകളൊക്കെ അവിടെ വെളിയിൽ പുറത്താണ് കേട്ടോ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ചെറിയ ബക്കറ്റിൽ വെള്ളം കൊടുക്കണം കേട്ടോ. കാരണം കഴുകാൻ വേണ്ടിയിട്ട്. ഇതിൽ പിന്നീട് വേണ്ട വൈക്കോലിൻ്റെ പൊടിയാണ്. എന്താണ്ട് ഈ ഡ്രമ്മിൽ നമ്മൾ പോത്തിനും പശുവിനുള്ള വെള്ളമൊക്കെ കുടിക്കാൻ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വൈക്കോലാണ്, കഴിഞ്ഞു വൈക്കോലൊക്കെ. നിൽക്കും ഇങ്ങോട്ട് വാ. അപ്പോൾ നമുക്ക് പാല് ഇറക്കാൻ പോവാം. അപ്പോൾ പാല് ഇറക്കുന്ന വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പാല് ഇറക്കാം. അപ്പോൾ ബ്ലഡ് വളത്തിലിങ്ങനെ ബ്ലഡ് വരുന്നുണ്ട്. എന്താണെന്ന് ഡോക്ടറെ വിളിച്ച് പറയണം. വിരശല്യം എന്തില്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഡോക്ടറിനെ അയച്ചു കൊടുക്കണ്ട. എന്നിട്ട് ഡോക്ടറിനോട് ചോദിച്ചിട്ടാണ് നമ്മൾ എന്ത് മരുന്ന് കൊടുക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പാല് ഇറക്കാം. അപ്പോൾ ഇതാ ഡോക്ടറെ വിളിച്ച് പറയണം കേട്ടോ. കൈയോട് ഡോക്ടറിൻ്റെ അടുത്തൊന്ന് പറയണം. അപ്പോൾ അതുകൊണ്ട് പശു നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പാല് ഇറക്കാൻ പോവാം. എന്താ മിക്കുവോ ഇറക്കാൻ പോവാ? എന്താ ഇപ്പോൾ എന്താണ് ആ ഇഞ്ചക്ഷൻ ഇട്ട വരണ്ടിയാണെന്ന് ആദ്യം പറഞ്ഞതാണ്. ഞാൻ വരണ്ടിയാണ്. സെക്കൻഡ് പറഞ്ഞതാണ് ഇഞ്ചക്ഷൻ ഇട്ടതിൻ്റെയാണ്. അപ്പോൾ നമുക്ക് ഉള്ള അഴിച്ചു വിടാം. മലക്കാൻ ചേച്ചി കുട്ടി കളിക്കാൻ എത്ര നേരം വിളിക്കണ ചേച്ചി? ഒന്നും മിണ്ടില്ല. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഷിബിരിനെ. സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാം. വെച്ചെടുപ്പിച്ച് പൊട്ടത്തി എന്നിട്ട് രണ്ടാമത്തെ ഒന്ന് കുടിപ്പിച്ച് അതുകൊണ്ട് വലിക്കും മതി. അത് പാടത്തെത്തി അപ്പൊ നമുക്ക് അകിട് ക്ലീൻ ചെയ്യാം. എത്ര വെള്ളം കുറേ വെള്ളം കുടിക്കുന്നു നമുക്ക് അകിട്. ചേച്ചി വന്നല്ലോ. എന്താ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ പരിപാടി തുടങ്ങുന്നു. എണ്ണയൊക്കെ കഴിഞ്ഞു കേട്ടോ. എണ്ണയൊക്കെ കഴിഞ്ഞു. വാങ്ങിക്കോ. എന്താണ് ആവണക്കെണ്ണയാ? അപ്പൊ നമ്മളെ പാല് കറക്കുകയാണ്. കണ്ടോ പാല് കറക്കുന്ന ശബ്ദം വരുന്നുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കാല് കൊണ്ട് തൊഴിക്കുന്നുണ്ട്. അതൊന്നുമില്ല. അവളുടെ കല്ലീച്ച കൊതുകൊക്കെ ഇരിക്കുന്നതാണ്. പിന്നെ അവളുടെ കാർക്കൂന്തൽ കൊണ്ട് തന്നെ വെറുതെ അതിൻ്റെ തലയ്ക്ക് ഇങ്ങനെ തല്ലിക്കൊണ്ടേയിരിക്കും. സ്വത്തമ്മ എനിക്ക് ഒരു കൈ കടയുമ്പോൾ ഞാൻ വേറെ കൈ മാറ്റി മാറ്റി കറക്കും. ഇവിടെ അകടിൽ കുരുവുണ്ട്. അപ്പോൾ ഈ കുരുവ് പോകാൻ വേണ്ടിയിട്ട് ഇത് കണ്ട കുരുക്കൾ അത് പോകാൻ വേണ്ടിയിട്ട് മരുന്ന് കഴിക്കാൻ നമ്മളൊക്കെ അത് വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടില്ല. വളത്തിൽ ബ്ലഡ് കണ്ടില്ല. അത് വരണ്ടിയാണോ എന്നാണ് ഇപ്പോൾ ഡോക്ടറിനെ വിളിച്ചപ്പോൾ പറഞ്ഞത്. എന്താടി കാവത്ത് വേണ നോക്കുമ്പോ കാവത്ത് വേണ എന്ത് ചെയ്യത് അറിയണ്ടോ? അവിടെ ചേച്ചി കുട്ടി വിളിക്കണു. കഴിഞ്ഞിട്ട് പറിക്കാന്നോ? ഇവിടെ എല്ലാ വർഷവും നിറയുണ്ട്. നമുക്ക് വലിച്ചു പോകുന്നു കേട്ടോ. കാവത്ത് നിറയെ കാവത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
ആ അതോ മരത്തിലൊക്കെ ആ പാല് കറന്നിട്ട് ഇരിക്കാന്ന്. അതിന് മുകളിൽ അതോ എനിക്ക് ഇവിടെ നിന്ന് ഇരുന്നിട്ടില്ലേ നല്ല വ്യൂ കിട്ടുന്നുണ്ട്. ആരിൻ്റെയാണോ? ആ ശരി, അപ്പൂൻ്റെ ഡ്രസ്സ് അവിടെ കൊണ്ട് വെക്കി. ആ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇനി എവിടേക്കാണ്? ആ ശരി, ഡാഡ മുകളിൽ വെച്ചിട്ടുണ്ട്. ദിവസം ഇലക്ഷൻ കാരണം ലീവാണ്, വോട്ടില്ലാണ്ട് ലീവ് ഇല്ലേ ശിബിരെ? കുട്ടികൾക്ക് രാഷ്ട്രീയം പാടില്ല, അതുകൊണ്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ഉണ്ട്. ആർക്ക് വോട്ട് ചെയ്യണ്ട? കാരണം ഞാനും ഒപ്പവും പറഞ്ഞ ഇന്ന പാർട്ടി വേണ്ടൊന്നുമില്ല, നമ്മൾ കോമൺ ആണ്. ആരാണോ നമുക്ക് സഹായിക്കുന്ന അവരെ നമ്മൾ ജയിപ്പിക്കണ്ട, അതാണ് നമ്മുടെ പോളിസി. സ്വത്ത് ചിട്ടുകാരെ അതാ നോക്ക്, പശുവിൻ്റെ അകിട് കഴുകാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച വെള്ളമാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ. നമ്മൾക്ക് സത്യം പറഞ്ഞാൽ എവിടെയും പോയിട്ട് നിൽക്കാനുള്ള ടൈമില്ല. ഇടയ്ക്ക് വീട്ടിൽ പോയി ബിരിയാണിയും കഴിച്ചതാ, ഓടിപ്പാഞ്ഞ് വീടെത്തിയതില്ല. നമ്മുടെ പരിപാടി എന്താണ്? പാല് ഇറക്കുക പശുവിനെ. കുറേ കുറച്ച് പാല് ഇറക്കണതില്ലേ, പലർക്ക് പുച്ഛമാണ്, വളം പാരണത് പുച്ഛമാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിലൊന്നും എനിക്കൊന്നും പുച്ഛമില്ല കേട്ടോ. കാരണം ഞാൻ കല്യാണം കഴിയാത്ത മുന്നേ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് പരിചയമാണ്. അതുകൊണ്ട് നമുക്ക് ഇതിലൊന്നും പുച്ഛിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക. എന്താ മിക്കൂസേ കാണിക്കുന്നത്? പൊന്നു, നീ തുടയ്ക്കാൻ കൊണ്ട് വെച്ച് തുണിന് കാണിച്ചിരിക്കുന്നത്. സന്തോഷമായോ? ഉപദ്രവമാണ് അല്ലേ? വിളിക്ക്. ഇത് കണ്ട കുട്ടിക്ക് അടിച്ചിട്ട് വേണ്ട. നമ്മൾ പാലേർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലേർക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സൊസൈറ്റിക്ക് പോകുന്നതൊക്കെ. അപ്പോൾ അതാ കറന്നു കഴിഞ്ഞാൽ സൊസൈറ്റി കൊണ്ട് കൊടുക്കാം. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോ